ഹായ് കുട്ടാടി ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ആമ്പലിൻ്റെ ചെടിയും കിട്ടിയിട്ടുണ്ട്, താമരയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെടിയാണ്, ചെറിയ ചെടിയാണ്. അപ്പോൾ അതൊന്ന് നടാനായിട്ട് ഞാൻ മുറ്റത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനത് എങ്ങനെയാണ് നടേണ്ടതെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ അതിൽ എന്താ പറയുക, ചാണകപ്പൊടിയും എല്ലുപൊടിയും മണ്ണും ഇട്ട് കൊടുത്തിട്ട് വേണം നടാനായിട്ട്. എന്നിട്ട് മേലെ വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ചട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിയിൽ നേരത്തെ തന്നെ ചാണകപ്പൊടി ഉണങ്ങിയതല്ലായിരുന്നു ഉള്ളത്, പച്ചച്ചാണകമാണ്. അപ്പോൾ ഞാൻ അടിയിൽ പച്ച ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോഡിൻ്റെ സൈഡിലൊക്കെ, ഇപ്പം ഞങ്ങളുടെ വീട് പാടം വശമാണേ, പാടം വശമായതുകൊണ്ട് റോഡിൻ്റെ അരികു വശത്തൊക്കെ പൂപ്പൽ വന്നിട്ടുള്ള ചളി നിൽക്കൂലേ, അത് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചേർന്നിട്ടുള്ള മണ്ണും കൂടിയിട്ട് ഞാൻ കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെടി എന്ന് പറയുന്നത് അല്ലാണ്ട് വലിയ ഹൈറ്റൊന്നുമില്ല. അപ്പോൾ അത് കാരണം മണ്ണ് ഈ പാത്രത്തിൻ്റെ ഈ ചട്ടിയുടെ ഇത്രയും ഭാഗത്ത് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ചെടി ഇത്രയായിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും മണ്ണിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലിൻ്റെ ചെടി. ഇപ്പോൾ ഒരു പൂവുണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ദിവസം ഈ പൂവ് 2-3 ദിവസമായിട്ട് വിരിഞ്ഞു തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഇന്നലെ വൈകിട്ട് നോക്കുമ്പോൾ ഈ മുട്ടായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരാണാവോ, പൂവ് എങ്ങനെയോ പോയില്ലോ, പൂവ് ഇങ്ങനെ കൂമ്പി നിൽക്കുകയാണ് കേട്ടോ. രാത്രിയായപ്പോൾ കൂമ്പി നിൽക്കണു. അപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ, അങ്ങനെ വൈകിട്ടാകുമ്പോൾ ഇത് കൂമ്പി നിൽക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ മുട്ടായിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ മക്കളോട് ചോദിച്ചു, ഈ ആമ്പലിൻ്റെ പൂവ് ആരാ പൊട്ടിച്ചെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ തിരഞ്ഞു നോക്കിയിട്ട് കാണാനില്ല. പക്ഷെ രാവിലെ നോക്കിയപ്പോൾ പൂവ് വീണ്ടും വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും പൊട്ടിച്ചൊന്നും കൊണ്ടുപോയിട്ടില്ല പൂവ്. ഇതിപ്പോൾ 2 ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് ആമ്പലിൻ്റെ ചെടി ഒരെണ്ണം ഇത്തിരി സ്വല്പം വലിപ്പമുണ്ട്. പിന്നെ കിട്ടിയിരിക്കുന്നത് ഇതാണ് കേട്ടോ, താമരച്ചെടിയാണ്. താമര ഇങ്ങനെയായിട്ട് ചെടി കിട്ടിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ, ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇത് മണ്ണിലേക്ക് നമ്മൾക്ക് നട്ടു കൊടുക്കണം. ഇനി നടാൻ പോവാം നമുക്ക് ഓരോന്നും. മൊത്തം 3 ചെടിയാണ് കേട്ടോ ഉള്ളത്. ഈ ചെടീനെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം. ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് പിന്നീട് വെള്ളം ഒഴിച്ച് സെറ്റാക്കണം. കാരണം വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിലാണല്ലോ നിൽക്കുക, ശരിക്കും ചളിയിൽ നിൽക്കണതാണല്ലോ, ചളി വേണമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അരികത്തായിട്ടാണ് കേട്ടോ ഞാൻ കുഴിച്ചിരുന്നത്. അപ്പോൾ ഞാൻ കണ്ടു യൂട്യൂബിൽ അരികു വശത്ത് നട്ടു കൊടുക്കണം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മൾ ചെടി അങ്ങോട്ടാണ് തിരിഞ്ഞ് നിൽക്കണത് കേട്ടോ. ഇതേ ഇതളുകൾ അങ്ങനെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെടി അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ തണ്ടിൻ്റെ ഒരു രീതി പോലെയാണ് അത് നിൽക്കണത്. ഇനി രണ്ടാമത്തത് താമരച്ചെടിയാണ്. എനിക്ക് ഈ ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിൽ പൂവുണ്ടാവണ ചെടിയില്ലെങ്കിലും ഞാൻ വെറുതെ ഇലച്ചെടിയായാലും ഞാൻ നട്ടു കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇല ഭംഗിയുള്ളത് കണ്ടാലും ഞാൻ നട്ടു കൊടുക്കും. അപ്പോൾ ഇഷ്ടംപോലെ ചെടിയുണ്ട്, പൂക്കളൊക്കെ കുറേശ്ശേ ഉള്ളൂ. അപ്പോൾ കുറേ നാൾ കൂടുമ്പോൾ ഇങ്ങനെ കാട് പോലെ പിടിക്കുമ്പോൾ അതൊക്കെ നീക്കിയിട്ട് എന്ത് ചെയ്യും, മാറ്റി നട്ടു കൊടുക്കും. ഇപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, ഈ ചെടിയും കൂടി ഉണ്ട് നമുക്ക് നടാനായിട്ട്. അപ്പോൾ ഇത് വേരൊക്കെ ഇതിലേക്ക് ആക്കി താത്തി കൊടുക്കണം അത്ര, അല്ലെങ്കിൽ വെള്ളത്തിൽ പൊന്തി വരും. അപ്പോൾ നമുക്ക് ഈ 2 ചെടീനെയും കൂടി നമുക്ക് ഇതിൽ താത്തി കൊടുക്കുകയാണ്. വേരൊക്കെ ഇതിലേക്കായിട്ട് പുതിയ സ്റ്റെമ്മ് പൊടിച്ച് വരണം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ താത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് കൊടുക്കണം. അപ്പം ഇത്രയും പ്രസ് ചെയ്ത് കൊടുക്കണം, താത്തി കൊടുക്കുകയാണ്. പിന്നെ വെള്ളം ഒഴിക്കുക. വെള്ളത്തിൽ നിൽക്കുന്നതാണല്ലോ താമരച്ചെടി, താമര. അപ്പോൾ പൊന്തി വരികയും പിന്നെ പുതിയ ഇലകളൊക്കെ വന്ന് തുടങ്ങും. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരിട്ടിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് വെള്ളം കലങ്ങും. അപ്പോൾ ഞാൻ 2-3 ഇല എടുത്തിട്ടുണ്ട്. തേക്കിൻ്റെ ഇലയുണ്ട്, മുറ്റത്തുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തന്നെ വെള്ളം അതിലേക്ക് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക.
പലപ്പോഴായിട്ട് ഞാൻ ഈ താമരച്ചെടി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ആമ്പൽപ്പൂവുണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂട്യൂബിലൊക്കെ കുറേ കാണാം, വിത്ത് വാങ്ങിക്കാൻ കിട്ടും, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ നാട്ടിൽ നിന്ന് നമ്മൾ പലരുടെയും വീട്ടിൽ കാണുമ്പോൾ ചോദിക്കും. പിന്നെ അതുമാതിരി പാടത്ത് ഓരോ വീടിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ പാടുണ്ടാവുമല്ലോ, അവിടെ വെള്ള ക്രീം കളറുള്ള ആമ്പൽ കണ്ടിരുന്നു കേട്ടോ. ഇതൊരു ലൈറ്റ് ചെറിയൊരു വയലറ്റ് കളറുണ്ട് ഇതിന്, ചെറിയൊരു വയലറ്റ് കളറാണ്. പക്ഷേ എന്തായാലും എനിക്ക് വേറൊരു കളറാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിൽ നിറച്ചിങ്ങനെ കൊതുകൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇത്ര. അപ്പോൾ കൊതുക് വരുമ്പോൾ അത് കൊതുകിനെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ അതിൽ ഗപ്പി പോലത്തെ മീനുകളൊക്കെ വളർത്തി കഴിഞ്ഞാൽ ഇതിൽ കൊതുകൊക്കെ അവർ കഴിച്ചോളൂത്ര. അപ്പോൾ കൊതുക് ശല്യം ഉണ്ടാവില്ല. നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ കൊതുക് വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന നല്ലതാണ്. അപ്പോൾ വെള്ളം ഞാൻ ഇട്ടിട്ടുണ്ട്, കുറച്ച് കലങ്ങളൊക്കെ ഉണ്ട്, വെള്ളം ഊറി വരുമല്ലോ. അപ്പോൾ കുറച്ചധികം കലങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇല വെച്ചെങ്കിലും കൂടി കലങ്ങളൊക്കെ ഇട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അതേ നമ്മുടെ താമരയുടെ ഇതൾ അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് റെഡിയായിട്ട് വരണം, കാരണം വളഞ്ഞിട്ടൊക്കെ നിൽക്കുകയാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അത് സെറ്റപ്പായിട്ട് ഇങ്ങനെ ഇലയൊക്കെ ഇതിലിങ്ങനെ ശരിക്കും പൊന്തി കിടക്കും, ശരിക്കും വന്നിട്ട് പൂ മാത്രമായിട്ട് മേലേക്ക് വന്നിട്ടൊക്കെ നിൽക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.